നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ഇസ്രായേൽ അധിനിവേശത്തെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാത്ത റിപ്പോർട്ടുകൾ നൽകിയിരുന്നു അൽ ജസീറ. എന്നാൽ ഇന്നലെ രാത്രി അൽ ജസീറയുടെ വെസ്റ്റ് ബാങ്ക് ഓഫീസിൽ ഇസ്രായേലി സേന കുതിച്ചെത്തി. എല്ലാ ക്യാമറകളും ലൈറ്റുകളും എടുത്ത് ഉടൻ തന്നെ ഇറങ്ങിക്കോണം, ഇതായിരുന്നു സേനയുടെ കൽപ്പന. വെസ്റ്റ് ബാങ്കിലെ റാമല്ല നഗരത്തിലുള്ള അൽ ജസീറ ഓഫീസിലായിരുന്നു ഇസ്രായേലി സേനയുടെ റെയ്ഡ്. 45 ദിവസത്തേക്ക് അൽ ജസീറ ബ്യൂറോ അടച്ചിടാനുള്ള ഉത്തരവാണ് ഇസ്രായേൽ നൽകിയത്. ആയുധധാരികളും മുഖംമൂടി ധരിച്ചതുമായ ഇസ്രായേലി സൈനികരാണ് റെയ്ഡിനെത്തിയത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. നൈറ്റ് വർക്കിന്റെ വെസ്റ്റ് ബാങ്ക് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമാരിക്കാണ് ബ്യൂറോ അടയ്ക്കാനുള്ള ഉത്തരവ് ഇസ്രായേൽ സേന കൈമാറിയത്. ഇത്തരമൊരു തീരുമാനത്തിനുള്ള കാരണം ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല എന്ന് അൽ ജസീറ പറയുന്നു. അൽ ജസീറയുടെ ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് ആയുധങ്ങളുമായി മുഖംമൂടി ധരിച്ച ഇസ്രായേലി സൈനികർ ബലമായി പ്രവേശിച്ചു. എല്ലാ ക്യാമറകളും എടുത്ത് ഈ നിമിഷം തന്നെ ഓഫീസിൽ നിന്നിറങ്ങണമെന്നാണ് അവർ നൽകിയ ഉത്തരവ്. നടപടിയെ അൽ ജസീറ അപലപിച്ചു. ഏകപക്ഷീയമായ ഈ സൈനിക തീരുമാനം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമായി അവർ ഉയർത്തിക്കാട്ടി. മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ലംഘിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് അൽ ജസീറ പറയുന്നു. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അപകടമാണ് അൽ ജസീറ എന്നതിൻ്റെ പേരിൽ നേരത്തെ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് അൽ ജസീറയെ നിരോധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അൽ ജസീറയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ജെറുസലേമിലെ ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡുകൾ നടത്തിയിരുന്നു. റെയ്ഡിന് ശേഷം ഇസ്രായേൽ സേനയുടെ മിലിറ്ററി വാഹനങ്ങൾ റാമല്ല നഗരത്തിൽ നിന്ന് വൻതോതിലാണ് പുറത്തേക്ക് പോയത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. സത്യം മായ്ച്ചു കളയാനാണ് ഇസ്രായേലിന്റെ ശ്രമം. വെസ്റ്റ് ബാങ്കിൽ വലിയ തോതിൽ അധിനിവേശത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന് അൽ ജസീറ കുറ്റപ്പെടുത്തുന്നു. പത്രപ്രവർത്തകരെ കൊന്നെറിഞ്ഞും അവരെ നിശബ്ദരാക്കിയുമൊക്കെ സത്യം മൂടിവെക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് അൽ ജസീറയുടെ ആരോപണങ്ങൾ. നേരത്തെ അൽ ജസീറയുടെ ഗാസ മുനമ്പിലെ ഓഫീസ് ആസ്ഥാന മന്ദിരം ബോംബിട്ട് തകർത്തിരുന്നു ഇസ്രായേൽ. ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണത്തിനു ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടത് 173 പത്രപ്രവർത്തകരാണ് എന്ന് അൽ ജസീറ പറയുന്നു. ഇവരിൽ മിക്കവരും അൽ ജസീറയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ അൽ ജസീറ ഓഫീസ് അടച്ചുപൂട്ടാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെടുന്നത്. വെസ്റ്റ് ബാങ്കിലെ സുരക്ഷ തന്നെയാണ് ഇസ്രായേലിന്റെ മുഖ്യ പരിഗണന. ഇത്രയധികം ഇസ്രായേലിനെ ചൊടിപ്പിച്ച ചില കാരണങ്ങളുണ്ട്. പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഗലീലി ആക്രമിക്കാൻ നടന്ന ഒരു രഹസ്യയോഗം. ഹിസ്ബുള്ള ഉന്നത കമാൻഡറുടെ നേതൃത്വത്തിലായിരുന്നു രഹസ്യയോഗം. രഹസ്യയോഗം നടന്ന കെട്ടിടം നിമിഷങ്ങൾക്കുള്ളിൽ ബോംബിട്ട് തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. പിന്നീട് ചില മിസൈൽ ആക്രമണങ്ങൾക്കുള്ള ചെറുശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തി. എന്നാൽ ആദ്യഘട്ടത്തിൽ 100 മിസൈൽ ലോഞ്ചറുകൾ തകർത്തുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിച്ചു. ഇന്നലെ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകൾക്കുള്ള മറുപടി അതിശക്തമായിരുന്നു. 400ഓളം റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലപ്പോഴായി ഉയർന്നു കേൾക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം. ഗാസ മുനമ്പിലുള്ള ഹമാസിനെ പൂർണ്ണമായി നിശബ്ദരാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലുള്ള നിരത്തൽ നടപടി ഇസ്രായേൽ സേന തുടങ്ങിവെച്ചത്. സെപ്റ്റംബർ 2-നും 3-നുമൊക്കെ ഇസ്രായേൽ ശക്തമായ റെയ്ഡുകൾ വെസ്റ്റ് ബാങ്കിൽ സംഘടിപ്പിച്ചിരുന്നു. ആ റെയ്ഡുകളിൽ അന്ന് കൊല്ലപ്പെട്ടത് 27-ലധികം തീവ്രവാദികൾ. വെസ്റ്റ് ബാങ്കിലെ ജെനിൻ ഏരിയ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ജൂതരെ വധിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു. അതിനു മറുപടിയായി ഇസ്രായേൽ ശക്തമായ സൈനിക റെയ്ഡുകളും ആക്രമണങ്ങളും നടത്തിയിരുന്നു. ജെനിൻ സിറ്റിയിലെ റോഡുകളും പൊതുഗതാഗത സംവിധാനങ്ങളുമൊക്കെ ഇസ്രായേൽ സേന നശിപ്പിച്ചുവെന്നാണ് അവരുടെ പരാതി. ഇസ്രായേൽ സേന കടന്നു വരാതിരിക്കാൻ റോഡിന്റെ പല ഭാഗങ്ങളിലും അവർ സ്ഫോടക വസ്തുക്കൾ കുഴിച്ചിട്ടിരിക്കുന്നു. ഗാസ മുനമ്പ് മാത്രമല്ല, വെസ്റ്റ് ബാങ്കും സുരക്ഷിതമാക്കണമെന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ സേനയ്ക്കുള്ളത്. ചുറ്റും വളഞ്ഞു കിടക്കുന്ന ശത്രുക്കൾ, ഒരു വശത്ത് ഹമാസ്, മറുവശത്ത് വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദികൾ, വടക്കൻ ഇസ്രായേലിനോട് ചേർന്ന് ലെബനൻ മണ്ണിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ. ശത്രുക്കൾ എത്ര ശക്തരായാലും അവരെ ആക്രമിച്ചു കീഴടക്കുക എന്ന യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ അടിവേര് മാന്തുന്ന ആക്രമണങ്ങൾ ഒന്നൊന്നായി തൊടുത്തുകൊണ്ട് ഇസ്രായേൽ മുന്നേറുന്നു. മറുവശത്ത് വെസ്റ്റ് ബാങ്കിലും ചില നീക്കങ്ങൾക്ക് ഇസ്രായേൽ സേന ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് അൽ ജസീറയെ തുരത്തുന്നത് വഴി നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.